വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് റനായ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? യെസ്, ഐ എം ഓൾസോ ഗോയിങ് ഫൈൻ. അപ്പോൾ നമ്മുടെ ഓണമൊക്കെ ഇങ്ങനെ അടുത്ത് വരികയാണല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ട്. ഓണം വൈബ്, ഓണം മൂഡ് അതൊക്കെ ആർക്കാണ് ഇഷ്ടമല്ലാതെ അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്ക് വീഡിയോസൊക്കെ ഒന്ന് ഡിലേ ആവുന്നത് കേട്ടോ. അപ്പോൾ ടുഡേ വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇസ് ഓൾ അബൌട്ട് ലെസൺ പ്ലാൻ. എനിക്ക് റീസെൻ്റ് ആയിട്ടൊരു എൻക്വയറി വന്നതാണ്, ലെസൺ പ്ലാൻ ചെയ്യാമോ എന്നുള്ളത്. ലെസൺ പ്ലാൻ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളൊരു ലെസൺ പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. എപ്പോഴും ഓർത്ത് വെച്ചേക്കാം, നമുക്ക് ഈ ഒരു ലൈഫേ ഉള്ളൂ, അത് സമാധാനമായിട്ടും സന്തോഷമായിട്ടും അങ്ങോട്ട് ജീവിച്ചേക്കുക കേട്ടോ. നമുക്കിടയ്ക്ക് ഓവർ തിങ്കിങ് ഒക്കെ വരാറുണ്ട്. അപ്പം ഞാനും അതിൻ്റെയൊക്കെ ഒരു ബെസ്റ്റ് ആളാണ്. പക്ഷേ എന്നിരുന്നാലും ചില സമയം നമ്മൾ തന്നെ നമ്മളോട് പറയുക, ഒരുപാട് ടെൻഷൻസ് ഒന്നും എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല, മുന്നോട്ടേക്ക് ഫ്രീ ആയിട്ട് ലൈഫിനെ അങ്ങ് വിട്ടേക്കുക എന്ന് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് പോവാം. പിന്നെ നമ്മൾ ലെസൺ പ്ലാൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ലെസൺ പ്ലാൻ ആണ് ഓൾറെഡി നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഗ്രേഡ് 8ന്റെ ലെസൺ പ്ലാൻ ആണ്. ഓക്കെ, അപ്പൊ ബേസിക് ആയിട്ടുള്ള ഇനിഷ്യൽസ് ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നമ്മളിവിടെ മെൻഷൻ ചെയ്തേക്കുക. അതായത് നമ്മുടെ സബ്ജക്റ്റ് എന്താണ്, അതേപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഏതാണ്, ഏത് ടെക്സ്റ്റ് ബുക്ക് ആണോ ഫോളോ ചെയ്യുന്നത് അത് മെൻഷൻ ചെയ്തേക്കുക. അതേപോലെ നമ്മുടെ ചാപ്റ്റർ എന്താണോ. ഓക്കെ, നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഫോർമൽ ലെറ്റർ ആണ്. ആ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് വെക്കണം. അതേപോലെ പ്രിപ്പയർഡ് ബൈ ഹൂം, ആരാണ് പ്രിപ്പയർ ചെയ്തതെന്നുള്ളത് വെക്കണം. പിന്നെ ഇത് ഗ്രേഡ് 8ന്റെ ആണ്. അപ്പൊ ഞാനിവിടെ 8 എന്നുള്ള കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീക്ക്, ഇതൊക്കെ ഒരു ലെസൺ പ്ലാന്റെ ബേസിക് ഡീറ്റെയിൽസ് ആണ് കേട്ടോ. പിന്നെ അതേപോലെ ഇവിടെ ലെസൺ പ്ലാൻ എന്ന ഹെഡർ കണ്ടോ. ലെസൺ പ്ലാനിൽ നമ്മൾ ഇയർ വെക്കുമ്പോൾ ഏത് ഇയർ ആണോ ആ ഇയറും കൂടെ വെച്ചിട്ട് വേണം. ഇപ്പൊ 2025 ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗീവ് 2025. ഓക്കെ, അപ്പൊ അത് അത്രയുമാണ് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമ്മൾ ക്രൈറ്റീരിയ എൽ പിക്ക് ഒരു ക്രൈറ്റീരിയ ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു ക്രൈറ്റീരിയ ബേസ് ചെയ്ത് പോവുകയാണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമ്മൾ ടോപ്പിക് എന്താണെന്നുള്ള കാര്യം മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മുടെ ടോപ്പിക് ഇവിടെ മെൻഷൻ ചെയ്യുകയാണ്. ഡീറ്റെയിൽസിന്റെ താഴെയാണ് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാര്യങ്ങളെല്ലാം ഡിസ്ക്രൈബ് ചെയ്യുന്നത് അവിടെയാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്രൈറ്റീരിയ ആണ് ടോപ്പിക് എന്നുള്ളത്. അപ്പൊ അവിടെ നമ്മൾ റൈറ്റിംഗ് സ്കിൽസ് ഫോർമൽ ലെറ്റർ എന്ന് നമ്മൾ എഴുതുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ഫോർമൽ ലെറ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക്. അപ്പൊ അത് നമ്മൾ ഫോർമൽ ലെറ്റർ ആണെന്നുള്ള കാര്യം വെക്കുകയാണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ടോപ്പിക് ഡിസ്കസ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ സെക്കൻഡ് നമ്മുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കോണ്ടന്റ് ഓർ കോൺസെപ്റ്റ്. അപ്പൊ നമ്മൾ എന്താണോ നമ്മുടെ കോണ്ടന്റ് എന്നുള്ളത്, അപ്പൊ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ആൻഡ് സ്പെഷ്യലി ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചേക്കുക, നമ്മൾ സാധാരണ ഈ കോണ്ടന്റ് എന്നുള്ള വേർഡിന് നമ്മൾ കണ്ടന്റ് എന്ന് മിസ്പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. എനിക്കും അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇന്റർവ്യൂവിനൊക്കെ പോകാൻ നേരം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എസ്പെഷ്യലി ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ദേ വിൽ ചെക്ക് അവർ പ്രൊനൗൺസിയേഷൻ. അപ്പൊ നമ്മൾ ഈ കണ്ടന്റ് എന്ന് പറഞ്ഞ് ശീലിക്കാതെ അത് കോണ്ടന്റ് എന്ന് തന്നെ പറഞ്ഞ് ശീലിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ കോണ്ടന്റ് ആൻഡ് കോൺസെപ്റ്റ് എന്താണെന്നുള്ള കാര്യം വി ഹാവ് ടു മെൻഷൻ. ഇപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഇപ്പൊ ഫോർമൽ ലെറ്റർ ആണ്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കുക. Formal letter, also called business letters or professional letters, are letters that are written in a strict and specific format. Formal letters are naturally much more formal in style than informal or friendly letters. അപ്പൊ അങ്ങനെ ജസ്റ്റ് ഒരു വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് ഇവിടെ ആഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തേർഡ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് റിസോഴ്സസ് ആണ്. ഓക്കെ, അതായത് നമ്മൾ റിസോഴ്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഒരു ഫോർമൽ ലെറ്റർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ചെയ്യാനായിട്ട് വാട്ട് ഓൾ റിസോഴ്സസ് വി ആർ യൂസിങ്, എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് ബോർഡ് യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ സ്മാർട്ട് ബോർഡ് യൂസ് ചെയ്യുന്നുണ്ട്, ചാർട്ട് പേപ്പർ യൂസ് ചെയ്യുന്നുണ്ട്, നമുക്ക് വർക്ക് ഷീറ്റ്സ് ഉണ്ട്. ഓക്കെ, അതേപോലെ പിക്ചേഴ്സ് ഉണ്ട്, PPT ഉണ്ട്. അപ്പൊ ഇങ്ങനെ എന്തൊക്കെ നിങ്ങൾ ടീച്ചിങ് എയ്ഡ്സ് യൂസ് ചെയ്യുന്നുണ്ടോ, അപ്പൊ ഈ പറയുന്ന ആയിരിക്കത്തില്ല നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ വാട്ട് ഓൾ ടീച്ചിങ് എയ്ഡ്സ് ദാറ്റ് യു ആർ യൂസിങ്, റെഫർ ദെയർ. ഓക്കെ, അവിടെ അത് മെൻഷൻ ചെയ്തേക്കുക. ഓക്കെ ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഫോർത്ത് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമുക്കറിയാം, നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതിയാണ് സ്റ്റാർട്ടർ ആക്ടിവിറ്റി. അപ്പൊ ആ സ്റ്റാർട്ടർ ആക്ടിവിറ്റി ആണ്
നമ്മുടെ അടുത്ത ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ലെറ്റർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒരു നെറ്റിൽ നിന്ന് ഡൗൺലോഡ് എടുത്ത ഒരു ലെറ്റർ ആണ് കേട്ടോ. അപ്പൊ ആ ഒരു ലെറ്റർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്ത് ഞാൻ 3 ക്വസ്റ്റ്യൻസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഐഡന്റിഫൈ ദ ലെറ്റർ ഗിവൻ ബിലോ, വിച്ച് മീൻസ് ഏത് ടൈപ്പ് ആണെന്ന് മെൻഷൻ ചെയ്യാനാണ് കേട്ടോ. ഹു റോട്ട് ദിസ് ലെറ്റർ ടു ഹൂം, അപ്പോൾ ഇത് ആർക്ക് എഴുതിയ ലെറ്റർ ആണ്. ദെൻ ഈസ് ദിസ് ലെറ്റർ ഫോർമൽ ഓർ ഇൻഫോർമൽ. ഓക്കെ, അപ്പൊ ഇത് ഇത്രയുമാണ് ഞാനൊരു സ്റ്റാർട്ടർ ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ വെച്ചേക്കുന്നത്. ആൻഡ് ഓൾവേസ് റിമെമ്പർ ദിസ് ഇസ് വി ആർ ഹാൻഡ്ലിംഗ് ഫോർ ഗ്രേഡ് 8. അപ്പോൾ ദേ ആർ ക്വൈറ്റ് അവെയർ അബൌട്ട് ലെറ്റർ റൈറ്റിംഗ്. അപ്പം നമ്മൾ ഒരുപാട് സമയം അതിന് വേണ്ടിയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടർ ആക്ടിവിറ്റി ജസ്റ്റ് ഞാൻ ഒരു പിക്ചർ അവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ക്ലാസ്സിൽ ഡെമോ ചെയ്യണം നമ്മൾ ഈ പിക്ചർ. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ ഈ 3 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് മച്ച് ഇസ് ക്ലിയർ. ഓക്കെ, അപ്പൊ ദേ നമ്മള് നമ്മുടെ സ്റ്റാർട്ടർ ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പേർപ്പസ് ഓഫ് ലേണിംഗ്. ഓക്കെ, പേർപ്പസ് ഓഫ് ലേണിംഗ് ദ ലെസൺ, അതായത് നമ്മുടെ PPT നമ്മൾ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന സ്ലൈഡ് ആഡ് ചെയ്യുമല്ലോ. അപ്പൊ അതാണ് ഇവിടെ പേർപ്പസ് ഓഫ് ലേണിംഗ് ദ ലെസൺ എന്നുള്ള കാര്യം പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ലെസൺ ദ സ്റ്റുഡന്റ് വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലെറ്റർ റൈറ്റിംഗ്, ദെൻ ഐഡന്റിഫൈ ദ കോമ്പോണൻസ് ഓർ എലിമെന്റ്സ് ഓഫ് എ ഫോർമൽ ലെറ്റർ, കാരണം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ടോപ്പിക് ഫോർമൽ ലെറ്റർ ആണ്. ദെൻ ഡ്രാഫ്റ്റ് എ ലെറ്റർ ടു ദ എഡിറ്റർ ഇൻ ദ കറക്റ്റ് ഫോർമാറ്റ്. ഓക്കെ, ഇപ്പൊ ഇതോടൊപ്പം തന്നെ കരിയർ ഗോൾസ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അത് നിങ്ങളൊരു ഡെമോയ്ക്ക് പോകുമ്പോൾ അത് ആഡ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. വൺസ് യു ബിക്കം പാർട്ട് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ അവർ നമുക്ക് കരിയർ ഗോൾസിന്റെ ഒരു PDF നമുക്ക് ഷെയർ ചെയ്തോളും. അപ്പൊ അത് റെഫർ ചെയ്തിട്ട് വേണം നമ്മൾ അവിടെ കരിയർ ഗോൾസ് ആഡ് ചെയ്യാനായിട്ട് കേട്ടോ. ഇതിപ്പോ നമ്മൾ ഡെമോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിക്കുന്നതുകൊണ്ടാണ് കരിയർ ഗോൾസ് ആഡ് ചെയ്യാത്തത് കേട്ടോ. അപ്പൊ ഇനി അതിനുശേഷം നമ്മുടെ 6th ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സക്സസ് ക്രൈറ്റീരിയ ആണ്. അപ്പൊ സക്സസ് ക്രൈറ്റീരിയ എന്ന് പറയുന്ന സംഭവം പലർക്കും കൺഫ്യൂഷൻ ആണ്, അത് എന്താണ് എന്നുള്ളത്. ഓക്കെ, സക്സസ് ക്രൈറ്റീരിയ എന്ന് ആക്ച്വലി പറയുന്നത് നമ്മൾ കുട്ടികളെ കൊണ്ട് ഇങ്ങോട്ട് പറയിക്കുക, വിച്ച് മീൻസ് വാട്ട് ദേ ആർ എക്സ്പെക്ടിങ് ഫ്രം ദിസ് PPT. ഈ ഒരു PPTയിൽ നിന്നും അവർ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ അവരെ കൊണ്ട് പറയിക്കുക. ഓക്കെ, അത് കുട്ടികളെ കൊണ്ടാണ് പറയിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഐഡിയ റഫായിട്ട് എഴുതി വെക്കുകയാണ്, കുട്ടികൾ ഇതൊക്കെ ആയിരിക്കും പറയുക എന്നുള്ള കാര്യമാണ് നമ്മൾ എഴുതുന്നത് സക്സസ് ക്രൈറ്റീരിയയിൽ. അതായത് ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലെറ്റർ റൈറ്റിംഗ്, ഐഡന്റിഫൈ ദ കമ്പോണൻസ് ഓർ എലിമെന്റ്സ് ഓഫ് എ ലെറ്റർ റൈറ്റിംഗ് of a formal letter, then draft a formal letter in the correct format. Okay, അപ്പൊ ഇത് ഇത്രയുമാണ് നമ്മുടെ സക്സസ് ക്രൈറ്റീരിയയിൽ വരുന്നത്. പിന്നെ അതിനുശേഷം നമ്മുടെ 7th ക്രൈറ്റീരിയ ആണ് ഇൻട്രൊഡക്ഷൻ. ദാറ്റ് മീൻസ് വി ആർ ഇൻട്രൊഡ്യൂസിംഗ് ദ ടോപ്പിക്. സോ ടീച്ചർ വിൽ ഇൻട്രൊഡ്യൂസ് ദ ടോപ്പിക് ബൈ ഡെമോൺസ്ട്രേറ്റിംഗ് ദ കീ എലിമെന്റ്സ് ഓഫ് എ ഫോർമൽ ലെറ്റർ. ഇൻഫോർമൽ ലെറ്റർ അല്ല, ഫോർമൽ ലെറ്റർ ആണ്. ഓക്കെ, ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് അടുത്ത ടോപ്പിക് മീൻസ് അടുത്ത ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പ്രോഗ്രസ് ഓഫ് ദ ലെസൺ. അപ്പൊ ഈ പ്രോഗ്രസ് ഓഫ് ദ ലെസണിലാണ് നമ്മൾ ആക്ച്വലി എന്ത് ആഡ് ചെയ്യുന്നത്, നമ്മുടെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് എല്ലാം ആഡ് ചെയ്യുന്നത്. കാരണം ഒരു ക്ലാസ് നടക്കുമ്പോൾ അതിന്റെ പ്രോഗ്രസ് എന്ന് പറയുന്നത് ആ ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലാണ് അത് ഹൈലൈറ്റ് ആവുന്നത്. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുന്നത്, മെയിൻ ആയിട്ട് നമ്മൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുക. 5 ആക്ടിവിറ്റിയാണ്. അതേപോലെ ഡിഫറൻഷിയേറ്റഡ് ആക്ടിവിറ്റീസ് ആയിരിക്കണം. അതേപോലെ തന്നെ ആക്ടിവിറ്റീസ് UAE ആയിട്ട് ലിങ്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. അതേപോലെ SDG ഗോൾ ഉണ്ടെങ്കിൽ അത് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇതെല്ലാം അതേപോലെ ICT ബേസ്ഡ് ആയിരിക്കണം. ICT ബേസ്ഡ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതേപോലെ SDG ഗോൾ എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്നുള്ളതാണ്. SDG ഗോൾ എന്ന് പറയുന്നത് അതൊരു 17 പോയിന്റ്സോളം ഉണ്ട് കേട്ടോ. അതൊരു 17 പോയിന്റ്സോളം ഉണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആണ്. അതിന്റെ പിക്ചർ നമുക്ക് നെറ്റിലൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഗോൾ സെലക്ട് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് വേണം നമ്മൾ ആക്ടിവിറ്റി കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് പ്രോഗ്രസ് ഓഫ് ദ ലെസൺ 15 to 20 minutes ആണ്. ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് മാക്സിമം അത്രയൊന്നും എടുക്കാൻ സമയം കിട്ടില്ല, പക്ഷെ എന്നിരുന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് വെക്കുന്നതാണ്. അത്രയും സമയം ആക്ച്വലി നമ്മൾ എടുക്കാറില്ല കേട്ടോ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ടൊന്നും, പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് വെക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഗ്രൂപ്പ് എയുടെ ആക്ടിവിറ്റി ആണ് പെൻ ഡൗൺ എ ലെറ്റർ ടു ദ എഡിറ്റർ ഓഫ് ദ ഖലീജ് ടൈംസ്. ഖലീജ് ടൈംസ് എന്ന് പറയുന്നത്
പറയുന്നത് UAE-യിലുള്ള പേപ്പറാണ് കേട്ടോ, ന്യൂസ് പേപ്പറാണ്. ഖലീജ് ടൈംസ് എക്സ്പ്രസ് യുവർ കൺസേൺ about the recent increase in pollution in your community. Include specific points about how the increase affects residents and suggest possible solution or alternatives. അപ്പോൾ ഇതൊരു UAE ലിങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ്. കാരണം വെച്ചാൽ എഡിറ്റർ ടു ദ ഖലീജ് ടൈംസ് എന്നൊക്കെ വന്നു കഴിഞ്ഞു, അപ്പോഴേ തന്നെ അതൊരു UAE റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയി മാറിക്കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ബി ആണ്. ഡിസൈൻ എ വെൻ ഡയഗ്രാം ബൈ ഹൈലൈറ്റിംഗ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഫോർമൽ ലെറ്റർ ആൻഡ് ലെറ്റർ ടു ദ എഡിറ്റർ. അതായത് ഫോർമൽ ലെറ്ററും ഇൻഫോർമൽ ലെറ്ററും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്നുള്ളത് നമ്മൾ വെൻ ഡയഗ്രാം പോലെ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് ആർട്ട് ഇന്റഗ്രേറ്റഡ് ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഗ്രൂപ്പ് സിയുടെ ആക്ടിവിറ്റി ആണ്. അതായത് ഇമാജിൻ യുവർ ഫ്രണ്ട് ഇസ് ആബ്സെന്റ് ടുഡേ, ദെൻ റൈറ്റ് എ ലെറ്റർ ടു യുവർ ഫ്രണ്ട് ഹൈലൈറ്റിംഗ് ദ ടോപ്പിക് ഡിസ്കസ്ഡ് ഇൻ ദ ക്ലാസ്, ലെറ്റർ ടു ദ എഡിറ്റർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്താണ്? ലെറ്റർ ടു ദ എഡിറ്റർ എന്ന് പറയുന്ന ടോപ്പിക് ആണ്, അല്ലെങ്കിൽ ഫോർമൽ ലെറ്റർ ആണ്. ഓക്കെ, അപ്പൊ അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഒരു ഇൻഫോർമൽ ലെറ്ററും കൂടെ എഴുതാനാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. അതേപോലെ തന്നെ ഇന്റഗ്രേറ്റ് യുവർ ലെറ്റർ വിത്ത് ദ SDG ഗോൾ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പൊ SDG ഗോൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആണ്. UAE-യിലുള്ള എല്ലാ സ്കൂൾസും SDG ഗോൾസ് ഇന്റഗ്രേറ്റ് ചെയ്താണ് പഠിപ്പിക്കാറുള്ളത്. ആക്ടിവിറ്റീസിലൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഇതേപോലെ പഠിപ്പിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിന്റെ പിക്ചർ ഒരു 17 ഗോൾസോളം ഉണ്ടെന്നാണ് എൻ്റെ ഒരു കറക്റ്റായിട്ട് ഞാൻ മറന്നുപോയി കേട്ടോ. 17 ഗോൾസ് ആണെന്നാണ് എനിക്ക് ഓർമ്മയുള്ളത്. അപ്പോൾ അതിന്റെ പിക്ചർ നെറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു ഗോള് ഇന്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ പഠിപ്പിക്കുക കേട്ടോ. അപ്പോൾ അതെ, ഇന്റഗ്രേറ്റ് യുവർ ലെറ്റർ വിത്ത് SDG ഗോൾ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ഓക്കെ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ അത് SDG ഗോൾ 4 ആണ്. അപ്പൊ SDG ഗോൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇന്റഗ്രേറ്റ് ചെയ്ത് ആ ലെറ്ററിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക. ആൻഡ് വേർഡ് ലിമിറ്റ് ഫോർ ലെറ്റർ റൈറ്റിംഗ് 80 to 100. ഓക്കെ, പിന്നെ അതിനുശേഷം നമ്മൾ ഗ്രൂപ്പ് ഡിക്ക് കൊടുക്കുകയാണ്. ഡിസൈൻ എ പോസ്റ്റർ ഡിസ്പ്ലേയിങ് ദ ഫോർമാറ്റ് ഓഫ് ആൻ ഇൻഫോർമൽ ലെറ്റർ ആൻഡ് ഡോണ്ട് ഫൊഗെറ്റ് ടു മാർക്ക് ദ എലിമെന്റ്സ്. അപ്പോൾ ഇൻഫോർമൽ ലെറ്ററിന്റെ അല്ല, ഇവിടെ ഫോർമൽ ലെറ്ററിന്റെ ആണ് ആക്ച്വലി നമ്മൾ പോസ്റ്റർ ഡിസ്പ്ലേ ചെയ്യേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെയും ആവശ്യപ്പെടാം. പോസ്റ്റർ ഇൻഫോർമൽ ലെറ്ററിന്റെയും ഫോർമൽ ലെറ്ററിന്റെയും ഒരു പോസ്റ്റർ ഹൈലൈറ്റ് ചെയ്ത് ചെയ്യാനായിട്ടും ആവശ്യപ്പെടാം കേട്ടോ. അപ്പൊ അതും ആർട്ട് ഇന്റഗ്രേറ്റഡ് ആയിട്ട് മാറിക്കഴിഞ്ഞു. ദെൻ ബ്രൗസ് ആൻഡ് റൈറ്റ് എ പാരഗ്രാഫ്. നമ്മൾ അടുത്ത ഗ്രൂപ്പ് ഇക്ക് കൊടുക്കുകയാണ്. ബ്രൗസ് ആൻഡ് റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് ഡിഫറെന്റ് ലെറ്റർ റൈറ്റിംഗ് കോമ്പറ്റീഷൻസ് ഇനീഷ്യേറ്റഡ് ബൈ UAE ആൻഡ് പോയിന്റ് ഔട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് കണ്ടക്ടിങ് ലെറ്റർ റൈറ്റിംഗ് കോമ്പറ്റീഷൻസ് ഇൻ സ്കൂൾസ്. അപ്പം ഇതും ഒരു UAE റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ. അതായത് എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? ഡിഫറെന്റ് ലെറ്റർ റൈറ്റിംഗ് കോമ്പറ്റീഷൻസ് ഇനീഷ്യേറ്റഡ് ബൈ UAE. ഓക്കെ, അപ്പൊ UAE ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ള ലെറ്റർ റൈറ്റിംഗ് കോമ്പറ്റീഷൻസിനെ ബേസ് ചെയ്തിട്ട് ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് 80 to 100 വേർഡ്സ് ആണ്. ഓക്കെ, പിന്നെ അതിനുശേഷം ഇനി ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ GT ആക്ടിവിറ്റി ആണ്. അതായത് GT മെസോഡി ഒക്കെ എന്താണെന്ന് ഞാൻ ഓൾറെഡി പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. GT മീൻസ് ഗിഫ്റ്റഡ് ആൻഡ് ടാലന്റഡ് ചിൽഡ്രൻ ആണ്, എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾ. ഇനി സെൻ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡ്സ് അങ്ങനെയുള്ള കുട്ടികളാണ് കേട്ടോ. അപ്പൊ അവർക്ക് നമ്മൾ പ്രത്യേകം ആക്ടിവിറ്റീസ് പ്രിപ്പയർ ചെയ്യണം. നമ്മുടെ ക്ലാസ്സിൽ GTയും SODയും ഉണ്ടെങ്കിലും മാത്രം മതി. പക്ഷെ ഒരു ഡെമോയ്ക്ക് പോകുമ്പോൾ ആക്ച്വലി GTയും SODയുടെയും ആവശ്യമില്ല, SEN ചിൽഡ്രന്റെയും ആക്ടിവിറ്റി ആവശ്യമില്ല. കാരണം നമുക്ക് ആ കുട്ടികളെ പറ്റി അറിയില്ലല്ലോ. പിന്നെ അല്ലാതെയുള്ള ലെസൺ പ്ലാൻ നമ്മൾ ചെയ്യുമ്പോൾ ഇതേപോലെ ആഡ് ചെയ്തേക്കണം കേട്ടോ. അപ്പൊ GTക്കുള്ള ഒരു ആക്ടിവിറ്റി ഇവിടെ വെച്ചിട്ടുണ്ട്. അതായത് പ്രിപ്പയർ PPT ഓഫ് 5 slides ഷോയിങ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ലെറ്റർ. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതെ, അപ്പൊ ഇനി നമ്മുടെ അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് റൂബ്രിക്സ് ആണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ റൂബ്രിക്സ് എന്ന് പറയുമ്പോൾ അതായത് അവർക്ക് ജഡ്ജ്മെന്റ് ക്രൈറ്റീരിയ ഉണ്ടല്ലോ, അതിനെയാണ് റൂബ്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ റൂബ്രിക്സ് ആണ് ഇനി ആഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓരോ അതായത് ലെറ്റർ റൈറ്റിങ്ങിനും ഓരോ ആക്ടിവിറ്റിക്കും ഓരോ റൂബ്രിക്സ് ആണ് സെറ്റ് ചെയ്യേണ്ടുള്ളത്. അപ്പൊ ഇവിടെ ഗ്രൂപ്പ് എക്കും സിക്കും ഏകദേശം ലെറ്റർ റൈറ്റിംഗ് പോലെയുള്ള സംഗതി ആയതുകൊണ്ട് നമ്മൾ ഒരേ ക്രൈറ്റീരിയ, ഒരേ റൂബ്രിക്സ് ആണ് വെച്ചേക്കുന്നത്. ഫോർമൽ ആൻഡ് കോണ്ടന്റ്, ക്രിയേറ്റിവിറ്റി ആൻഡ് ലാംഗ്വേജ്, പ്രസന്റേഷൻ, ടൈം മാനേജ്മെന്റ്. അപ്പൊ അത് എക്സലന്റ് ആണോ, വെരി ഗുഡ് ആണോ, ഗുഡ് ആണോ എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റൂബ്രിക്സ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ലെറ്റർ റൈറ്റിംഗ് ആൻഡ് ഗ്രൂപ്പ് എ ആൻഡ് സിക്ക് ഒരേ റൂബ്രിക്സ് തന്നെയാണ്. പിന്നെ വെൻ ഡയഗ്രാമിനും
അടുത്ത വേറൊരു റൂബ്രിക്കാണ് സെറ്റ് ചെയ്തേക്കുന്നത്. കവറേജ് ഓഫ് ടോപ്പിക്, നമ്പർ ഓഫ് ഡിഫറൻസസ്, പ്രസന്റേഷൻ, ടൈം മാനേജ്മെന്റ്. പ്രസന്റേഷനും ടൈം മാനേജ്മെന്റും എല്ലാ ഗ്രൂപ്പിനും നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ രണ്ട് ക്രൈറ്റീരിയ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് നമ്മൾ കൊടുക്കുന്ന ആക്ടിവിറ്റിയെ ബേസ് ചെയ്തിട്ടായിരിക്കണം കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ അതിനുശേഷം അടുത്തുള്ളത് പോസ്റ്റർ ആണ് നമ്മുടെ അടുത്ത ആക്ടിവിറ്റി. അപ്പൊ പോസ്റ്ററിന് കോണ്ടന്റ്, ക്രിയേറ്റിവിറ്റി, പ്രസന്റേഷൻ, ടൈം മാനേജ്മെന്റ്. ഓക്കെ, അപ്പോൾ അത് എക്സലന്റ് ആണോ, വെരി ഗുഡ് ആണോ, ഗുഡ് ആണോ എന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്തേക്കുക. പിന്നെ അടുത്ത നമ്മുടെ പാരഗ്രാഫ് റൈറ്റിങ്ങിനുള്ളതും ഇതേപോലെ കോണ്ടന്റ്, ഡീറ്റെയിൽസ് ഗിവൺ, പ്രസന്റേഷൻ ആൻഡ് ടൈം മാനേജ്മെന്റ്. പ്രസന്റേഷനും ടൈം മാനേജ്മെന്റിനും നമുക്ക് എല്ലാ ആക്ടിവിറ്റിക്കും കോമൺ ആയിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പൊ പാരഗ്രാഫ് റൈറ്റിങ്ങിനും അതിന്റെ കോണ്ടന്റ്, ഡീറ്റെയിൽസ് ഗിവൺ, അതേ ഡീറ്റെയിൽസ് ഗിവന്റെ കൂടെ നമുക്ക് വേർഡ് ലിമിറ്റും വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. വേർഡ് ലിമിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ വേർഡ് ലിമിറ്റ് കറക്റ്റ് ആണോ അങ്ങനെയൊക്കെ നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ റൂബ്രിക് സെക്ഷനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് വാല്യൂ NIM, ആർട്ട് ഓർ ICT ഓർ ഇന്റർഡിസിപ്ലിനറി ഓർ SDG ഇന്റഗ്രേഷൻ. ഓക്കെ, അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അതായത് നമ്മൾ ഇതെല്ലാം നമ്മുടെ ലെസൺ പ്ലാനിൽ ഈ കാര്യങ്ങളെല്ലാം ഇന്റഗ്രേറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് NIM, വാല്യൂവും, ആർട്ടും, ICT, ഇന്റർഡിസിപ്ലിനറി, SDG ഇതെല്ലാം ഇന്റഗ്രേറ്റ് നമ്മൾ ചെയ്താണ് പഠിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഇവിടെ മെൻഷൻ ചെയ്യുക. അതാണ് നമ്മൾ ആക്ച്വലി ചെയ്യാൻ പോകുന്നത്. അപ്പൊ കണ്ടോ, ദിസ് ടോപ്പിക് മൈ ലിങ്ക് ടു ദ ഫോളോയിങ് സബ്ജക്ട്സ്. അപ്പൊ അറബിക്കുമായിട്ട് നമ്മളിവിടെ UAE ലിങ്ക് വന്നിട്ടുണ്ട്. അതേപോലെ അറബിക് ഇന്റർഡിസിപ്ലിനറി മറ്റൊരു ലാംഗ്വേജുമായിട്ട് നമ്മൾ ചേർത്ത് പഠിക്കുകയാണ്. അപ്പൊ അറബിക് ലെറ്റർ ഇസ് നോൺ ആസ്, ഫോർ അറബിക് വേർഡ് ലെറ്റർ ഇസ് നോൺ ആസ് ആലിഫ് എന്നുള്ള ഒരു അറബിക് വേർഡ് ഇവിടെ മെൻഷൻ ചെയ്തേക്കാണ്. അതേപോലെ ഇവിടുത്തെ ഈ NIM എന്ന് പറയുന്നത് നാഷണൽ ഐഡന്റിറ്റി മാർക്കാണ്. അതൊക്കെ ഞാൻ ഇതിനു മുന്നേ പല വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. NIM എന്ന് പറഞ്ഞത് നാഷണൽ ഐഡന്റിറ്റി മാർക്കാണ്. എന്ന് വെച്ചിരുന്നാല് നമ്മൾ UAE ലിങ്കുമായിട്ട് കണക്ട് ചെയ്ത് പഠിപ്പിക്കുന്നതിനെയാണ് NIM, നാഷണൽ ഐഡന്റിറ്റി മാർക്ക് എന്നിവിടെ പറയുന്നത് കേട്ടോ. അപ്പോ അത് നമ്മളിവിടെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അറബിക് വേർഡ് ഫോർ ലെറ്റർ എന്നുള്ളത് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇത് എവിടെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് ചോദിച്ചിരുന്നാൽ നമ്മളൊരു PPT ആസ് എ ടീച്ചർ നമ്മളൊരു PPT കുട്ടികൾക്ക് ഡെമോ ചെയ്യുമല്ലോ. ആ PPTയിൽ ഈ NIM എന്ന് പറഞ്ഞിട്ട് ഒരു സ്ലൈഡ് ആഡ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് പറഞ്ഞത് ആർട്ട് ഇന്റഗ്രേറ്റഡ് ആണ്. ആർട്ട് ഇന്റഗ്രേറ്റഡ് ആയിട്ട് നമ്മൾ ആക്ടിവിറ്റീസ് കൊടുത്തു, പോസ്റ്റർ മേക്കിംഗ് കൊടുത്തു, വെൻ ഡയഗ്രാം കൊടുത്തു. അത് നമുക്കിവിടെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇനി അടുത്തത് ഇതിൽ ഏതെങ്കിലും ഒന്നൊക്കെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. എല്ലാം ഒരു പക്ഷെ നമുക്ക് പറ്റിയെന്ന് വരില്ല. പക്ഷെ ഏതെങ്കിലും സംഗതികൾ ഇന്റഗ്രേറ്റ് ചെയ്ത് വേണം എടുക്കാനായിട്ട്. ഒരു 2-3 കാര്യങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ നിമ്മ എന്ന് വെച്ചാൽ നാഷണൽ ഐഡന്റിറ്റി മാർക്ക് നമ്മളിവിടെ നിമ്മ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ SDG ഗോള് ഉണ്ടോ, നിമ്മ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ SDG ഗോൾ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സ്റ്റുഡൻസ് വിൽ ബി ആസ്ക്ഡ് ടു റൈറ്റ് എ ലെറ്റർ ടു ദ ഫ്രണ്ട് ഇന്റഗ്രേറ്റിംഗ് SDG ഫോർ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കേട്ടോ. അപ്പൊ നമ്മൾ SDG ഗോൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ നേരത്തെ മുകളിൽ ആക്ടിവിറ്റി കൊടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് വാല്യൂ ആണ് ഈ ഒരു ലെസൺ എടുക്കുന്നതോടുകൂടി അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നതോടുകൂടി എന്ത് വാല്യൂ ആണ് കുട്ടികൾക്ക് ഉണ്ടാവുന്നത്, then അതാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. The student will explore and develop the positive values towards the society. Okay, then student will develop a skill in writing collective information briefly. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ നമ്മുടെ ലെസൺ പ്ലാനിൽ മെൻഷൻ ചെയ്യണം. ഓക്കെ, പിന്നെ ഇനി അടുത്തെന്ന് പറയുന്നത് ലേണിംഗ് ഔട്ട്കം ആണ്. അടുത്ത ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ലേണിംഗ് ഔട്ട്കം ആണ്. നമ്മൾ തീരാറായി വരികയാണ് കേട്ടോ. അപ്പൊ ലേണിംഗ് ഔട്ട്കംസിനകത്ത് എന്തൊക്കെയാണ്? അപ്പൊ നമ്മുടെ ലേണിംഗ് ഔട്ട്കംസിനകത്ത് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്? സി, ബൈ ദ എൻഡ് ഓഫ് ദ ലെസൺ ദ സ്റ്റുഡൻറ് വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലെറ്റർ റൈറ്റിംഗ്, ദെൻ ഐഡന്റിഫൈ ദ കമ്പോണൻസ് ഓർ എലിമെന്റ്സ് ഓഫ് എ ഫോർമൽ ലെറ്റർ ആണ് കേട്ടോ. ഡ്രാഫ്റ്റ് എ ലെറ്റർ ടു ദ എഡിറ്റർ ഇൻ ദ കറക്റ്റ് ഫോർമാറ്റ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ലേണിംഗ് ഔട്ട്കംസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. പ്ലസ് നമ്മൾ കുറച്ച് റിവ്യൂ ക്വസ്റ്റ്യൻസും കൂടെ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ എക്സിറ്റ് കാർഡ് എന്ന് പറയും.
കേട്ടോ. അത് ലേണിംഗ് ഔട്ട്കം നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു റിവ്യൂ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നത്. മീൻസ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് കുട്ടികൾ എന്തൊക്കെ മനസ്സിലാക്കി എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള നമ്മളൊരു ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാന്ന് പറയില്ലേ, അതിനെയാണ് എക്സിറ്റ് കാർഡ് അല്ലെങ്കിൽ റിവ്യൂ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. എക്സിറ്റ് കാർഡ് എന്നും പറയും കേട്ടോ. സോ അപ്പം അതിൽ നമ്മളൊരു 4 ക്വസ്റ്റ്യൻസ് ഇത് എല്ലാ കുട്ടികൾക്കും കൊടുക്കണം, എല്ലാ കുട്ടികളിലും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതായത് whom do we write formal letters to, വളരെ ബ്രീഫ് ആയിട്ടുള്ള ചെറിയ ക്വസ്റ്റ്യൻസ് വേണം ആഡ് ചെയ്യാനായിട്ട്. Then differentiate between a formal letter and informal letter. Then what is a good closing for a formal letter? Should the formal letter have to be ലെഫ്റ്റ് അലൈൻഡ്? ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു 4 ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യണം, അത് നമ്മൾ കളക്ട് ചെയ്യുക. ഓക്കെ, പിന്നെ ഇനി അടുത്തുള്ള സംഗതി എന്ന് പറയുന്നത് ഇന്നോവേഷൻ തീരുകയാണ് നമ്മുടെ ലെസൺ പ്ലാൻ ഇവിടെ. ഇന്നോവേഷൻ ഓർ എക്സ്റ്റൻഷൻ ആക്ടിവിറ്റി, അതായത് നമ്മളൊരു എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റി കൊടുക്കുമല്ലോ. അപ്പൊ അതിവിടെ ഞാൻ കൊടുത്തേക്കുന്നത് ക്രിയേറ്റ് ആൻ ആൽബം ഷോയിങ് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലെറ്റേഴ്സ് യൂസ്ഡ് ഇൻ UAE. ഓക്കെ, അപ്പൊ UAE യൂസ് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലെറ്റേഴ്സ് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് ക്ലോഷർ വിത്ത് ടീച്ചേഴ്സ് സബ്മിഷൻ, ഇന്ററാക്റ്റീവ് ഡിസ്കഷൻ വിൽ കണ്ടക്ട് ദ ടോപ്പിക്. അപ്പൊ അതായത് ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഒരു ക്ലാസ് ലീവ് ഫോർ ഓപ്പൺ ഡിസ്കഷൻ എന്നുള്ള പറഞ്ഞിട്ടാണ് നമ്മൾ ക്ലാസ് ഇവിടെ എൻഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ നെയിം ഓഫ് ദ ടീച്ചർ ചെക്ഡ് ബൈ HOD നമ്മൾ ഫോർമൽ ആയിട്ട് വെക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. സിഗ്നേച്ചർ വെച്ചേക്കുക. നമ്മൾ ഡെമോയ്ക്ക് പോകുമ്പോൾ ചെക്ഡ് ബൈ HOD എന്ന് വെക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് അറിയില്ലല്ലോ ഒന്നും, HOD ആരാ അങ്ങനെയൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ നമ്മൾ നെയിം ഓഫ് ദ ടീച്ചർ പ്രിപ്പയർഡ് ബൈ അങ്ങനെ വെച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പൊ ഇത് ഇത്രയുമാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ലെസൺ പ്ലാന്റെ കാര്യങ്ങളെന്ന് പറയുന്നത്. ഐ ഹോപ്പ് ദിസ് മച്ച് ഇസ് ക്ലിയർ ഫോർ എവ്രി വൺ. ഓക്കെ, ഇതിനു മുന്നേ ഞാൻ ലെസൺ പ്ലാന്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഒരു ലെസൺ പ്ലാന്റെ വീഡിയോ ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും കൂടി റെഫർ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ക്രൈറ്റീരിയയും കാര്യങ്ങളും ഒക്കെ ലെസൺ പ്ലാന്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. ലെസൺ പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ആയിരുന്നു ഇന്ന് നമ്മൾ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ ഒക്കെ ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ തന്നെ മുമ്പോട്ട് പോകത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. ഇനിയും സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ദോസ് ഓഫ് വാച്ചിങ് മൈ ചാനൽ ഫോർ ദ ഫസ്റ്റ് ടൈം, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫോർമേറ്റീവായിട്ട് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യുക, പറ്റുന്നവരൊക്കെ കമൻസ് ഇടുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.